ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക നൊസ്റ്റാൾജിക് ഫീലിംഗ് സത്യം പറയാമല്ലോ. അപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ കേൾക്കുകയാണെങ്കിൽ വിചാരിക്കും ഈ കശുവണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇതിന് വേണ്ട നൊസ്റ്റാൾജി ഉണ്ടാവാൻ എന്താ കാര്യമൊന്നും. അത് അറിയണമെങ്കിൽ 40 കഴിഞ്ഞവരോട് ചോദിക്കണം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് വന്ന് ആദ്യമേ ചെയ്യുന്നത് ബാഗ് വീട്ടിൽ വെച്ചിട്ട് ഒരൊറ്റ ഓട്ടമാണ്. ഇത് നിൽക്കുന്ന കശുവണ്ടി നിൽക്കുന്ന വീടുകളിലെ പറമ്പിൽ അവരറിയാതെ മുള്ളുവേലിയൊക്കെ ആയിരിക്കും, മുള്ളുവേലിയുടെ ഇടയ്ക്കൂടെയൊക്കെ കയറി ഇത് പറിച്ചെടുത്ത് അല്ലെങ്കിൽ അവിടെ കിടക്കുന്നത് എടുത്തിട്ട് വന്ന് വീട്ടിൽ വന്ന് ഒരു ചെറിയ അടുപ്പ് കൂട്ടി അതിനകത്തേക്ക് ഇതിട്ട് ശരിക്ക് വേവിച്ചെടുത്തിട്ട് അത് തല്ലിപ്പൊട്ടിക്കും. അത് തല്ലിപ്പൊട്ടിച്ച് അതിനകത്തു നിന്ന് ആ ഒരു പരിപ്പ് കഴിക്കുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ, ഇന്ന് കവറിനകത്ത് കിട്ടുന്ന ആ ഒരു കശുവണ്ടിയൊന്നും കഴിച്ചാൽ കിട്ടുകയില്ല. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ വഴിമാവേലോട്ട് ഒരു കൊഴി വെട്ടി എറിഞ്ഞ് 2 മാങ്ങ താഴോട്ടിട്ട് ആ മാങ്ങ ചമ്മന്തി അരച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ അന്ന് ബദാം എന്തുവാ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, സ്കൂളിൻ്റെ പരിസരത്ത് നിൽക്കുന്ന വീഴുന്ന ബദാങ്ക, ആ പച്ച ബദാങ്ക വീഴുമ്പോൾ ഓരോ ബദാങ്കായും വീഴുമ്പോൾ അതെടുക്കാനായിട്ട് ഓടുന്നത് PT ഉഷ ഒളിമ്പിക്സിൽ പോലും അത്ര സ്പീഡിൽ ഓടിയിട്ടുണ്ടാവില്ല. ആദ്യം ആരെടുക്കുന്നു, ഒരു കൂട്ടം കുട്ടികൾ ഓടിപ്പോയി എടുക്കുന്നു, അത് അന്നേരപ്പം തന്നെ കല്ല് വെച്ച് തല്ലിപ്പൊട്ടിക്കുന്നു, അതിനകത്തെ പരിപ്പ് എടുത്ത് കഴിക്കുന്നു. എന്താ ടേസ്റ്റ്! ഇന്നത്തെ ബദാം കവറിനകത്ത് കിട്ടുന്നൊന്നും കഴിച്ചാൽ അത്രയും സുഖം കിട്ടുകയില്ല. അതൊരു കാലമായിരുന്നു. അതാണ് ശരിക്കും ആസ്വദിച്ച ജീവിതം.